സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ ബഹുമാനമുള്ള കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും എന്റെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടുന്നവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി ശാന്തമായി ചിന്തിക്കുകയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പഴയ നിമിത്തം തുടങ്ങിയത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക് എടുക്കപ്പെട്ടു. മാത്രമല്ല, എടുത്തുകൊള്ളപ്പെടുന്നതിന് മുന്നമേ താൻ സാക്ഷ്യവും പ്രാപിച്ചു എന്ന് നാം മനസ്സിലാക്കി. രണ്ടാമതായി ആരാണ് എടുക്കപ്പെടുന്നത് എന്നുള്ള രണ്ടാമത്തെ പോയിന്റ്, ക്രിസ്തുവിലായവരാണ് എടുക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കി. ക്രിസ്തുവിൽ ആയവർ. അപ്പോൾ ക്രിസ്തുവിലായാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറെക്കുറെ വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ അതുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ജീവിതത്തിന്റെ പഴയ അവസ്ഥകളെല്ലാം പൂർണ്ണമായും മാറി. യശുവ എന്റെ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞതാണ്. രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ മാനസാന്തരം എന്നതിന്റെ ശരിയായ അർത്ഥതലം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അതുണ്ട് എന്ന് കണക്കാക്കുന്നു. ഞാൻ ഇപ്പോഴത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തുവിലായവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളിലൂടെ ഉരിഞ്ഞുകളഞ്ഞ് യേശു ക്രിസ്തുവിനെ ധരിക്കുന്നു എന്നും കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചു. ഒന്നാമത്തെ പോയിന്റ് ദൈവപ്രസാദം എന്ന വിഷയം പറഞ്ഞപ്പോൾ, ഒരു ദൈവത്തിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവപ്രസാദമുള്ളതായിരിക്കണം എന്നുള്ളത് വചനത്തിന്റെ തെളിവോടുകൂടെ നാം ഒരുമിച്ച് പഠിച്ചു. നിങ്ങളത് ഉൾക്കൊണ്ടു എന്ന് ഞാൻ കണക്കാക്കും. ക്രിസ്തുവിലായ ഒരു വ്യക്തി ധാരാളം സവിശേഷതകൾ അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ടെങ്കിലും അതെല്ലാം പറയാനുള്ള ടൈം ഞാനിപ്പോൾ അപഹരിക്കുന്നില്ല. ക്രിസ്തുവിലാണെന്നുള്ളതിന്റെ തെളിവെന്താ? നാം ക്രിസ്തുവിലാണെന്നുള്ളതിന്റെ ഒരു തെളിവ് പറയാം. എല്ലാ തെളിവും പറയാൻ പോയ സമയം പോകും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. 8-ാം അധ്യായം 47-ാമത് വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാമത് വാക്യം. ആരെങ്കിലും എടുത്ത് എന്തോ ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായതുകൊണ്ട് കേൾക്കുന്നില്ല. മതി. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലാത്തത് കൊണ്ട് വചനം കേൾക്കുന്നില്ല. എന്നോട് വഴക്കുണ്ടാക്കരുത്. ഞാൻ വാക്യം ചൂണ്ടിക്കാണിക്കുക. ദൈവസന്തതിയായവൻ പ്രവചനം കേൾക്കുമെന്നല്ല. ദൈവസന്തതിയായവൻ വിടുതലിന്റെ പുറകെ ഓടുമെന്നുമല്ല. നമുക്ക് പിന്നെ ഇതെല്ലാം മാറി എല്ലാം ഉത്സവം ആയതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. ഇപ്പൊ ആ പണ്ടത്തെ എല്ലാം മാറി ഇപ്പൊ എല്ലാം ഉത്സവങ്ങളാ. ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഞാൻ എല്ലാം അടച്ചാക്ഷേപിച്ചെന്നൊക്കെ വരും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് വേറെ കാര്യം. സ്തോത്രം. ദൈവസന്തതിയായവന്റെ ഒന്നാമത്തെ ഗുണം, അവൻ ദൈവശബ്ദം കേൾക്കും, ദൈവത്തിന്റെ വചനം കേൾക്കും. ചിലർ പറഞ്ഞാൽ പുള്ളി അങ്ങ് പ്രസംഗിച്ചോണ്ടിരിക്കുക, നിർത്തുകയല്ല തുടങ്ങിയാ പിന്നെ. എന്താ ഒരു ഇറിറ്റേഷൻ തോന്നാൻ കാര്യം? ഈ വചനം കേൾക്കുമ്പോ എന്താ ഇറിറ്റേഷൻ? Praise the Lord. വചനം കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ വരാൻ കാര്യം എന്താ? സ്തോത്രം. ഇന്നാളൊരാൾ പറഞ്ഞു, എൻ്റെ ശുശ്രൂഷയുടെ 40-ാമത് വർഷമാണ്. ഈ 40 വർഷത്തിനിടയിൽ എൻ്റെ ഒരൊറ്റ പ്രസംഗം പോലും ആരെയും നോവിച്ചിട്ടില്ല.
ആർക്കും ഞാൻ മുഖാന്തരം വാക്കുകൊണ്ടൊരു മുറിവുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ചിന്തിക്കുക, ഈ 40 വർഷം പുള്ളി എന്തായിരിക്കും പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, മുറിവുണ്ടാക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. വചനമാണെങ്കിൽ അത് മുറിവുണ്ടാക്കും. പോട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. ഈ ക്രിസ്തുവിലാണെന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വചനം കേൾക്കാനുള്ള ദാഹവും വചനത്തോടുള്ള താല്പര്യവും വചനം കേൾക്കുമ്പോഴുണ്ടാകുന്ന ആവേശമൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ യഹോവേ അരുളി ചെയ്യേണ്ട വേണ്ടി കേൾക്കുന്നു എന്ന് പറഞ്ഞ് താണിരിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാക്കും. ആർക്ക്? ദൈവസന്തതിയായവൻ. സ്തോത്രം. ദൈവസന്തതിയായവൻ 24 മണിക്കൂർ അന്യഭാഷ പറയുമെന്നല്ല. നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ഭക്തിയുടെ അളവ്. അയ്യോ, എപ്പൊ നോക്കിയാലും ഇങ്ങനെ ചുണ്ട് ചലിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഇങ്ങനെ ഒരു സെക്കൻഡ് ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ സ്തുതി സ്തോത്ര യാഗങ്ങൾ ഉയർന്നോടെ ഇരിക്കും. ഞാൻ ഇത് വെച്ച് നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ സഭായോഗം 10 മണിക്ക് തുടങ്ങി 1 മണി വരെ, അല്ലെ 9 തുടങ്ങി 12 വരെ, 3 മണിക്കൂർ. അതിൽ എത്ര സമയ ദൈവവചനം കേൾക്കാൻ നമുക്ക് കിട്ടുന്നത്? 15 മിനിറ്റ്, 20 മിനിറ്റ്, ചിലപ്പം 10 മിനിറ്റ്. ബാക്കിയുള്ള സമയം മുഴുവൻ അവിടെ എന്തുവാ നടക്കുന്നത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളെപ്പോഴുള്ളവർ അനുഭവിക്കുന്ന വേറൊരു കാര്യം പറയാം. പക്ഷെ നേരത്തെ വന്നേക്കണം. 7 മണിയാകുമ്പോഴേ മൈക്ക് കൈ തരും. 9 മണി വരെ പാസ്റ്റർക്ക് ടൈം ഉണ്ടെന്ന് പറയും. ഞാൻ പിന്നെ ഒരു യോഗത്തിനും ലേറ്റ് ആയി ചെല്ലുന്ന ഒരു രീതിയില്ല. പരമാവധി എപ്പോഴും നേരത്തെ ചെല്ലാനേ ശ്രമിക്കൂ. നമ്മൾ നേരത്തെ പോയിരിക്കുക, സകല പരിപാടിയും കഴിഞ്ഞ് അവർക്ക് ചെയ്യാവുന്ന എല്ലാ ഇടപാടും കഴിഞ്ഞു കാഷ്ടിച്ചൊരു 25 മിനിറ്റ് 30 മിനിറ്റ് കിട്ടും. എന്തിനാ ഈ യോഗം സംഘടിപ്പിച്ചേ? സ്തോത്രം. 1000 രൂപ മുടക്കി പന്തൽ വിട്ട് അതിന് വേണ്ടുന്ന എല്ലാ എക്യുപ്മെന്റ്സും റെഡിയാക്കി മ്യൂസിക് ടീമിനെ എല്ലാം വിളിച്ചെല്ലാം റെഡിയാക്കും. പക്ഷേ വചനശുരുടെ സമയം മാത്രം നമുക്ക് പിന്നെ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതല്ലേ ഉള്ളൂ. ഇത് സ്പോൺസർ ചെയ്ത കാര്യം പറയാതിരുന്നാൽ അത് പ്രശ്നം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ, പോട്ടെ. നമ്മുടെ വിഷയം എടുക്കപ്പെടുന്ന കാര്യം മാത്രം പറയാതെ നല്ലത്. ദൈവസന്തതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കും. നിങ്ങൾ ദൈവസന്തതി അല്ലാത്തത് കൊണ്ട് വചനം കേൾക്കുന്നില്ല. നിങ്ങൾ മറന്നു പോകാതെ ഈ വാക്യം എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടേക്കണേ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാമത് വാക്യം. വചനം കേൾക്കുമ്പോൾ അലർജി ഉണ്ടെങ്കിൽ ആ ആളിനെ സൂക്ഷിച്ചോണം. അവൻ ദൈവത്തിന്റെ സന്തതി അല്ല, ചുമ്മാ അതുമായിട്ട് വന്നിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് ഇഷ്ടം വേറെ ഇടപാടൊക്കെയാ. സ്തോത്രം. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ ക്രിസ്തുവിലായാൽ ഉണ്ടാകുന്ന വ്യത്യാസം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമാക്കിയത് കൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാനായിട്ട് തത്രപ്പാടിലാണേ. അപ്പോൾ 1, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതമുള്ളവൻ എടുക്കപ്പെടും. 2, ക്രിസ്തുവിലായവർ എടുക്കപ്പെടും. ഇന്ന് നമുക്ക് 3-ാമത്തെ പോയിന്റ് ചിന്തിക്കാം. എടുക്കപ്പെടുന്ന വ്യക്തിയുടെ ഒരു ആളിന്റെ 3-ാമത്തെ യോഗ്യത. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത് വാക്യം എടുത്തൊന്ന് വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 11-ാമത് വാക്യം. വായിച്ചു, എല്ലാരും വായിച്ചു. വചനമല്ലേ? എന്താ നിർത്തിയപ്പോ 2 പേരും നിർത്തി. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മതി.
യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, നിങ്ങളിൽ വസിക്കുന്ന ആ നല്ല ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ വിഷയം തന്നെ തേജസ്കരണം എന്നുള്ളതാണ്. ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഈ 11-ാമത് വാക്യം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നാം എടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മവാസ യോഗ്യമായിരിക്കണം നമ്മുടെ ശരീരം. സ്തോത്രം. പരിശുദ്ധാത്മാ യോഗ്യമായിരിക്കും, പരിശുദ്ധാത്മാവിന് വസിക്കാൻ യോഗ്യമായ ഒരു ശരീരമായിരിക്കണം നമ്മുടേത്. എന്ന് പറഞ്ഞാൽ ആത്മവാസ യോഗ്യമായ ഒരു ശരീരം നമുക്കുണ്ടെങ്കിൽ എടുക്കപ്പെടും. ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മപ്രാപണം നടന്നിട്ടുണ്ടെങ്കിൽ നീ എടുക്കപ്പെടും. വെറി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നീ എടുക്കപ്പെടും, ഇല്ലെങ്കിൽ പോവുകയല്ല. അത്രയോ എന്ന് ഞാനല്ല വാക്യം പറയുന്നത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് വിടുവിച്ച മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആത്മപ്രാപണത്തിന്റെ ഉദ്ദേശം മനസ്സിലായോ? നമുക്കറിയാം എന്തിനാ അന്യഭാഷ പറയാൻ. നിങ്ങൾക്ക് വിചാരം ഷാജിപ്പാസ് കന്യഭാഷയോട് അലർജി ആണെന്ന്. എന്റെ പോലെ ഞാൻ പറഞ്ഞ 4 നിങ്ങൾ ആരും പറയുന്നില്ല. നോ, അങ്ങനെയൊന്നുമല്ല. ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കേട്ട് കാണുകയായിരിക്കും. സ്തോത്രം. പരമാവധി പ്രസംഗത്തിനിടയിലും ശുശ്രൂഷയ്ക്കിടയിലും ഞാൻ അന്യഭാഷ പറയാറില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കെന്ന് പ്രാർത്ഥിക്കുമ്പോൾ. നോബഡി എൽസ്, ഞാനും എൻ്റെ കർത്താവും മാത്രം. ഞങ്ങൾക്ക് ഒത്തിരി സീക്രട്ട് പറയാനുണ്ടെന്നേ, എന്താ ലോകത്തെ കേൾപ്പിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്ന അവിടെ അല്ലേ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അതിന് തമ്പുരാൻ എനിക്ക് എന്തിരിക്കുന്ന ഒരു സീക്രട്ട് ലാംഗ്വേജ് അല്ലേ, അത് ഞാൻ അന്നേരം ഉപയോഗിച്ചോളാം. സ്തോത്രം. പോട്ടെ, അത് വേറെ ടോപ്പിക്ക്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് പിടികിട്ടിയോ? ഈ ആത്മപ്രാപണം എന്തിനാകുന്നു എന്ന് ചോദിച്ചാൽ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു തേജസ്കരണം എന്ന വിഷയം പൗലോസ് കൈകാര്യം ചെയ്യുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വ്യക്തമാക്കി പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഞാൻ പറഞ്ഞു ആ വാക്യം അങ്ങനല്ല. അതിന്റെ പകുതിയെ മലയാളത്തിൽ വന്നിട്ടുള്ളൂ. പകുതിയും കൂടെ വന്നിരുന്നെങ്കിൽ മാത്രമേ, ബാക്കിയുടെ വന്നെങ്കിൽ മാത്രമേ ആ വാക്യം പൂർണ്ണമാകുകയുള്ളൂ. എന്നാൽ ഭാഗ്യവശാൽ ഇംഗ്ലീഷ് ബൈബിളിനകത്ത് അത് മുഴുവനും ഉണ്ട്. Now therefore there is no condemnation those who are in Christ Jesus, who walk not after the flesh but after the spirit. കണ്ടോ? ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. സ്തോത്രം. ഈ വാക്യത്തിന്റെ പകുതിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കരുതി തുള്ളി ചാടി പോകുന്നത്. മുഴുവൻ കിട്ടിയ എല്ലാ തുള്ളനും പോകും. ക്രിസ്തുവേശുവിലായോ രക്ഷപ്പെട്ടു, ഒരു ശിക്ഷാവിധിയില്ല, ഇനി എന്തു ആകാവുന്ന. നോ, അങ്ങനല്ല. ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന നിങ്ങളാ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് വിട്ടുപോകരുത്. ആത്മപ്രാപണം എന്തിനാണെന്നുള്ളത് പൗലോസ് പറയുക. തേജസ്കരണം എങ്ങനെയുള്ളവർക്കാണെന്ന് പൗലോസ് പറയുക. ജഡത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ച ഒരുത്തനും തേജസ്കരണം നോക്കുകയേ വേണ്ട. പൗലോസ് തീർത്തു പറഞ്ഞു. കണ്ടോ? ജഡത്തെ അനുസരിച്ച് നടക്കാതെ ഒരിക്കലും യു നെവർ റൺ ആഫ്റ്റർ ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. മനസ്സിലാകുന്നോ? ജഡത്തിന്റെ ഇച്ഛയ്ക്ക് പിന്നാലെ ഓടിയാൽ നീ പോയി. സ്തോത്രം. ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് അല്ല വിഷയം.
പിന്നെയോ who walks not after the flesh but after the spirit. കണ്ടോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ശിക്ഷാവില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ഉറപ്പാ നീ എല്ലാം തല്ലുകൊള്ളും. ഇത് ഞാനാണോ പറഞ്ഞേ? പൗലോസല്ലേ എഴുതി വെച്ചേക്കുന്നത്? തിരുവെടുത്ത് പറഞ്ഞതാ. അപ്പൊ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവന് എന്തുണ്ടാകും? പണിഷ്മെന്റ് ഉണ്ടാകും. ആത്മാവിനെയാണോ അനുസരിച്ച് നടക്കുന്നത്? നീ രക്ഷപ്പെട്ടു. മനസ്സിലായോ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവിന്റെ ഫലവും നമ്മിൽ ഉണ്ടാകും. ശരിയല്ലേ? ജഡത്തിന്റെ എല്ലാ ഇച്ഛകളെയും കൺട്രോൾ ചെയ്യാൻ ഒരു ദൈവത്തിന് കഴിയും. സ്തോത്രം. എനിക്ക് റോമാലേഖനം 8-ാം അധ്യായം മൊത്തം വിസ്തരിച്ചാൽ കൊള്ളാമെന്നൊരു സമയം നമ്മൾ മുമ്പില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ വളരെ വിശദമായി പഠിക്കേണ്ട അധ്യായമാണ് 8-ാം അധ്യായം. റോമാലേഖനം മൊത്തത്തിൽ, അത് പ്രത്യേകിച്ച് 8-ാം അധ്യായം ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. സ്തോത്രം. എടുത്ത റോമാലേഖനം 8-ാം അധ്യായം നമ്മുടെ മനസ്സിൽ ചേർന്നിരിക്കുന്ന ഒരു തെറ്റം തിരുത്തി ഞാൻ എന്റെ ബാക്കി പറയാം. റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ എടുത്തു വെച്ചിരിക്കാന്ന് എനിക്കറിയാം. 31-ാമത്തെ വാക്യം വായിച്ചേ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? മതി. കണ്ടോ? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഈ വാക്യം വായിക്കുമ്പോഴാണ് കുഴയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ ക്രൂസൈഡിലൊക്കെ ആൾക്കാർ അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചെന്ന് പറഞ്ഞാട്ടെ, സകലവും നൽകാതിരിക്കുമോ, സകലവും നൽകാതിരിക്കുമോ, സകലവും നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ തന്നവൻ സകലവും നൽകാതിരിക്കുമോ? ഏത് സകലവും? 31-ാം വാക്യം തുടങ്ങിയത് എങ്ങനെയാ? നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. മതി 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 മതി. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ഏത് സംബന്ധിച്ച്? ഏത് സംബന്ധിച്ച്? തൊട്ടുമുമ്പത്തെ വാക്യം വായിക്കും. 30-ാമത്തെ വാക്യം വായിച്ചു, അപ്പൊ കിട്ടും. ഉം 30-ാമത്തെ വാക്യം. നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. മതി മതി. റോസിൽ എനിക്ക് വായിക്കാൻ വിഷമം പോലെ. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കണ്ടോ? എന്നിട്ട് ചോദിക്കാം, ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ഏത് സംബന്ധിച്ച്? തേജസ്കരണം സംബന്ധിച്ച്. തേജസ്കരണം സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഏത്? തേജസ്കരണം തരുന്നതിൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര്? അടുത്ത വാക്ക്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോട് സകലം നമുക്ക് നൽകാതിരിക്കുമോ? എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രനെ തന്നവൻ പിന്നെ തേജസ്കരണം കൂടെ തരാതിരിക്കുമോ എന്നായി ചോദിച്ചേ. അല്ലാതെ പറഞ്ഞ അടുത്തിരിക്കുന്ന ആളുടെ തോളൊക്കെ പിടിച്ചോണ്ട് സകലവും സകലവും സകലവും. നോ. നമുക്ക് സകലം എന്നൊരു വാക്കും കിട്ടി, പിന്നെ സകലവും. നീ വിശ്വസിക്കേ വിശ്വസിക്കേ വിശ്വസിക്കേ, സകലവും തരും, സകലവും തരും. ഏത് സകലവും? ഏത് സകലവും? പൗലോസ് ചോദിച്ചടാ, സ്വന്തം പുത്രനെ തന്നവൻ പിന്നെ തേജസ്കരണം കൂടെ തരാതിരിക്കുമോ? ഇത് സംബന്ധിച്ചാ ഞാൻ പറയുന്നത്. ഏത് സംബന്ധിച്ച്? തേജസ്കരണം സംബന്ധിച്ച്. ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങിയ കാലം മുതലേ പറഞ്ഞു, നമ്മളൊരു വാക്യം എടുക്കുമ്പോൾ ദയവേത് ആ വാക്യം അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങാതെ അതിന് മുൻപ് പറഞ്ഞിരിക്കുന്നതും ശേഷം പറഞ്ഞിരിക്കുന്നതും കൂടെ കണക്ട് ചെയ്ത് നോക്കിയിട്ടേ അർത്ഥമെടുക്കാവൂ. സ്തോത്രം. അല്ലാതെ ഒരിക്കലും ആ കിട്ടിയ വാക്കും കൊണ്ട് നമ്മൾ ഓടരുത്, അർത്ഥം വല്ലാതെ മാറിപ്പോകും.
ഞാൻ മടങ്ങി വരുന്നു. 8-ാം അധ്യായത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെന്ന് ഓർത്താം. സ്തോത്രം. തേജസ്കരണമാണ് വിഷയം. അത് കിട്ടുന്നവന്റെ കാര്യം പൗലോസ് 1-ാം വാക്യം മുതൽ പറയുക, ജഡത്തെ അനുസരിച്ച് നടക്കാതെ, ജഡത്തിന്റെ ഇച്ഛയുടെ പുറകെ പോകാതെ, സകലത്തിനു മേലും ജയം പ്രാപിച്ച ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, ആത്മാവിനനുസരിച്ച് നടന്നാൽ ഗുണം എന്താ? ആത്മാവിന്റെ ഫലം ഉണ്ടാകും. അപ്പൊ ആത്മാവിന്റെ ഫലം എന്തൊക്കെയാ? ഗലാത്യലേഖനം 5-ാം അധ്യായം 22-21 വാക്യങ്ങളില്ലേ? എടുത്തേ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. കണ്ടോ? കാണാതെന്ന് പറഞ്ഞു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. മാത്യു സിംഗ്ല ഇംഗ്ലീഷ് ബൈബിൾ കയ്യിലുണ്ടല്ലോ അല്ലേ? Could you please read it in English? Yeah, Pastor. But the fruit of the Spirit is love. Chapter 5, verse 20. But the fruit of the Spirit is love. The fruit of the Spirit is love, joy, peace, patience, patience, kindness, goodness, faithfulness, gentleness, and self-control. What? And self-control. Listen me. ഇന്നിപ്പം പോയിന്റിലെല്ലാം പോകുന്നറിയത്തില്ല, ഏതായാലും നിൽക്കുക ഞാൻ. ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അതിനാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്. നമുക്ക് പറ്റുന്നതെന്നറിയാമോ? നമ്മൾ പറഞ്ഞ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യുന്നത് നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ല. കണ്ടിട്ടില്ലേ? തുള്ളി അങ്ങ് പോണേ. എന്റെ പൊന്നെ, ആത്മാവ് വന്നാ നമ്മൾ കാണിക്കുന്ന ബഹളവും. സ്തോത്രം. ഞാൻ അതിന് സാധാരണ പറയാനുള്ള കാര്യമൊന്നും ക്ലാസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരിക്കലൊരു യോഗത്തിൽ കണ്ടു, തുള്ളാൻ നിൽക്കുന്ന ഞാനും ഉണ്ട്, കീബോർഡിസ്റ്റും ഉണ്ട്, ബാക്കി എല്ലാവരും തുള്ളുക. നിങ്ങൾ വിചാരിക്കും ഷാജി പാസ് തുള്ളലിനെതിരാണ്. അയ്യോ, ഞാൻ ഏറ്റവും അധികം തുള്ളണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പിന്നെ തുള്ളുന്നതാണ് ആത്മീയത്തിന്റെ കൂടുതലെങ്കിൽ നിങ്ങൾ ഇപ്പൊ എരിമേലി ചെല്ലണം. അവിടുത്തെ തുള്ളൽ പോലെ ഒരിടത്തും ആരും തുള്ളുന്നില്ല. അപ്പൊ തുള്ളലല്ല ആത്മീയത്തിന്റെ അളവുകോൽ. അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. ഞാൻ നോക്കുമ്പോണ്ടല്ലോ, സഹോദരന്മാരുടെ ഭാഗത്തെല്ലാം കൂടെ തുള്ളി സഹോദരിമാരുടെ ചെന്ന് കയറുന്നു, സഹോദരിമാരുടെ അല്ലാതെ തുള്ളി സഹോദരന്മാരുടെ വന്ന് കയറുന്നു. ഞാൻ നോക്കുമ്പം എല്ലാം വേദോസ്തേ കയറി ചവിട്ടുന്നു. അതിന്റെ മേളിൽ 8 ബൈബിൾ ഞാൻ എടുത്ത് മാറ്റി. പിന്നെ ചവിട്ട് കൊള്ളാൻ കഴിയാത്ത ഞാൻ അങ്ങ് മാറി. എന്ന് പറഞ്ഞാൽ ആത്മാവ് കുത്തി ഒഴുകല്ലേ. ഒഴുകിക്കോട്ടെ. ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് ദാറ്റ്. ഞാനതിനെ വിമർശിക്കാൻ ആളല്ല. അശുദ്ധാത്മാവിന്റെ ഒഴുക്കിനെ തടയാനും ഞാൻ ആളല്ല. പക്ഷേ ഈ ആത്മാവ് നമ്മിൽ വന്നാൽ ഉണ്ടാകേണ്ട ഗുണങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു സാധനത്തിന്റെ പേരാണ് സെൽഫ് കൺട്രോൾ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയണം ഏതൊരു സന്ദർഭത്തിലും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ 8-ാം അധ്യായത്തിലേക്ക് വരികയാണ്. വേറെ എങ്ങും പോയിട്ടില്ല, ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത്. സ്തോത്രം. അങ്ങനെ ആത്മപ്രാവണം പ്രാപിച്ച ഒരു ദൈവ പൈതൽ. കാരണം പറയുമ്പോ ജഡസ്വഭാവമുള്ളവൻ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാ സ്തോത്രം. സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാൻ കഴിയണം. അല്ല ആത്മാവ് വന്നെന്ന് പറഞ്ഞു തുള്ളി പരിസരബോധം ഇല്ലാതെ പോവുകയല്ല. പണ്ടൊക്കെ കണ്ടില്ലേ അമ്മച്ചിമാരൊക്കെ അവരോട് എഴുന്നേക്കാൻ പറയുന്നുണ്ട്. പാട്ടുപാടി ആത്മാവിന്റെ ആ നിറമൊക്കെ വരുമ്പോൾ അവർ തന്നെ അങ്ങ് എഴുന്നേക്കും. അവർ തന്നെ എഴുന്നേറ്റ് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കും. ആ സമയത്തും ഉണ്ടല്ലോ ഈ തലയിൽ ഈ നേരിയത്, ഷാളൊന്നും അല്ല, നേരിയത, അത് ശകലം നെറ്റിലൊന്ന് തെന്നിയാൽ അവർക്കറിയാം. ആ തുള്ളുന്നതിന്റെ ഇടയിലല്ല, അത് പിടിച്ചിട്ടുണ്ടേ അവർ തുള്ളുള്ളൂ. സ്തോത്രം. ഞാൻ ഞങ്ങളുടെ കുഴിക്കാലിലൊക്കെ കണ്ട കാര്യം പറഞ്ഞു. സ്തോത്രം. ഉണ്ട് സണ്ണിച്ചാനിരിക്കുന്നു. മൈക്കമ്മച്ചിയൊക്കെ സണ്ണിച്ചാൻ നന്നായിട്ട് അറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ കോഴഞ്ചേരി താലൂക്ക് കിടുങ്ങും. അതിന് മൈക്കമ്മച്ചി എന്നാ പുള്ളിക്കാരി വിളിക്കുന്നത്. ആ അമ്മച്ചിയൊക്കെ ആത്മാവിൽ നിന്ന് അറിയുമ്പോണ്ടല്ലോ, അവരാരും പള്ളിക്കൂടത്തിന്റെ പണി പോലും കണ്ടിട്ടുള്ളവരല്ല. പക്ഷെ ദൈവകൃപ ഉണ്ടായിരുന്നു.
സ്തോത്രം. പുന്നക്കാട്ട് ഞങ്ങൾക്ക് ഒരു അമ്മച്ചി, ഇവരെല്ലാവരും അതെ ദൈവകൃപയുള്ളവരാ. അവരുടെ ആത്മാവ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ ഷാള അല്ലെങ്കിൽ നേരി ശകലം പോലെ അന്നേരം അവർക്കറിയാം. ഒരാടെയും കാലിൽ അവർ കയറി ചവിട്ടുകയല്ല, അന്നേരം തുള്ളുക. അതിന്റെ പേരാണ് സെൽഫ് കൺട്രോൾ. ഇന്നിപ്പോ നെറ്റിന്നല്ല, മൊത്തം ഊരിപ്പോയാൽ അറിയുന്നില്ല, പിന്നല്ല നെറ്റിയല്ലേ. സ്തോത്രം. ഞാൻ വിമർശിക്കാൻ പറഞ്ഞതല്ല. ആത്മപ്രാവണ ഉണ്ടെന്നുള്ള ഒന്നാമത്തെ തെളിവാണ് അവൻ അവനെ തന്നെ കൺട്രോൾ ചെയ്യും. സ്തോത്രം. നമ്മുടെ മനോമുഖരത്തിൽ ജഡത്തിന്റെ ഇച്ഛകളും ചിന്തകളും ഒക്കെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയ രക്ഷപ്പെട്ടു. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം, റോമലേഖനം ഇട്ടുവിടരുതേ. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യം. 2 Corinthians chapter 10 verse 5. ഞങ്ങൾ ജഡത്തിൽ വസിക്കുന്നവരെങ്കിലും സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തെയും യേശു ക്രിസ്തു അനുസരണ ഹേതുവായി പിടിച്ചടക്കുന്നു. സ്തോത്രം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, ഇമാജിനേഷൻസ്, ഭാവനകൾ, ഹൃദയത്തിലും മനോമുഖരത്തിലും ഉരുണ്ടുകൂടുന്ന the lust of the flesh, ജഡിക ഇച്ഛകളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങി വരുന്ന ഏത് ഉയർച്ചകളെയും, ഹൃദയത്തിൽ പൊങ്ങി വരുന്ന എല്ലാ സങ്കല്പങ്ങളും അതിങ്ങനെ ഉയർന്നു വരുമ്പോൾ യേശു ക്രിസ്തു അനുസരണ ഹേതുവായി ആ ചിന്തകളെയും ഭാവങ്ങളെയും സപ്രസ് ചെയ്യണം, പിടിച്ചടക്കുന്നു. നോ എന്ന് പറഞ്ഞിട്ട് I'm a man of God, ഞാനൊരു ദൈവപൈതലാണ്, ദൈവത്തിന്റെ മകനാണ്, ഈ ചിന്ത എന്റെ മനസ്സിൽ പോകാൻ പാടില്ല. മനസ്സിൽ പൊങ്ങി വരുന്ന ചിന്തകളെ നമ്മൾ കൂടെ കുറച്ചുകൂടി ഇട്ടുകൊടുത്ത് ലാളിച്ച് വഷളാക്കി കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ചിന്തകൾ ചീറിപ്പായുമ്പോൾ യേശു ക്രിസ്തു അനുസരണ ഹേതുവായി അതിനെ പിടിച്ചെടുക്കണം. സ്റ്റോപ്പ് എന്ന് പറയാൻ കഴിയണം. അല്ലാതെ ഇരുന്ന ഉടനെ പാ ചവിട്ടി കീറുന്ന പോലെ തുള്ളുന്ന ആത്മാവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. തുള്ളാതിരിക്കുവോ എന്റെ വിഷയമല്ല. നീ ആത്മീയനാണെന്നുള്ള തെളിവെന്താണ്? സെൽഫ് കൺട്രോൾ. Control yourself, all your emotions. ഞാൻ ഇത്ര വൈകാരികമായി പറയാൻ കാരണമുണ്ട്. നിങ്ങൾക്ക് ലൈസൻസ് തരികയാൻ ചിന്തിക്കരുതേ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാ. ഏറ്റവും കൂടുതൽ അപകടം ഇതിനകത്തായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നാം ശരീരം കൊണ്ട് ചെയ്യുന്ന പാപത്തെക്കാൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപത്തിന്റെ പണിഷ്മെന്റ് കൂടുതലാണ്. അതറിയണം. എന്നാ പിന്നെ ശരീരം കൊണ്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അങ്ങനല്ല ഞാൻ പറഞ്ഞു. സ്തോത്രം. ഒറ്റ ഉദാഹരണം പറഞ്ഞ് കാര്യം പിടികിട്ടും. ദാവീദ് പന്ത് ആടിനെ മേടിച്ചു വന്ന സമയത്ത് പറഞ്ഞു, ഞാൻ കാലത്ത് ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാജാവായി കഴിഞ്ഞപ്പോ ഈ സന്ധ്യക്കത്തെ പ്രാർത്ഥന കാര്യം മുള്ളി മറന്നുപോയി. സന്ധ്യാക്ക് ഞാൻ ഉലാത്തിക്കൊണ്ട് നിൽക്കുന്നപ്പോഴാ താഴെ ബേത്ശേബ കുളിക്കുന്നത് കണ്ടത്. ബാക്കി സംഭവം നിങ്ങൾക്ക് അറിയാമെന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. 51-ാം സംഘത്തിന് എഴുതേണ്ടതായിട്ട് വന്നു. പക്ഷേ ദൈവസ്ഥനിൽ നെടുമ്പാട് വീണ് കരഞ്ഞു. ദൈവം അവനോട് ക്ഷമിച്ചു. തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ, തമ്പുരാൻ തന്നെ സാക്ഷ്യം പറഞ്ഞു അല്ലേ?
ശരീരം കൊണ്ട് പാപം ചെയ്ത ദാവീദിനോട് ദൈവം തമ്പുരാൻ ക്ഷമിച്ചു. പക്ഷേ ദൈവസന്നിധിയിൽ ചിറക് വിടർത്തി ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ലൂസിഫറും കൂട്ടരും ഒരു ദിവസം അവനൊരു തോന്നലുണ്ടായി, ഞാൻ അത്യുന്നതന്റെ മീതെ കയറും, ഞാൻ എന്റെ സിംഹാസനം അവിടെ വെക്കും, അവിടെ ഇരുന്ന് ഞാൻ വാണരുളും. അടുത്ത പദം ശ്രദ്ധിക്കണം. എന്നല്ലോ നീ ഹൃദയത്തിൽ നിരൂപിച്ചത്. ചെയ്തോ? ഇല്ല. പുള്ളിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായി. അത്യുന്ന മീതെ കയറണം, എന്റെ സിംഹാസനം അവിടെ വെക്കണം, അവിടെ ഇരുന്ന് എനിക്ക് വാണരുളണം. പുള്ളി ചിന്തിച്ചതേ ഉള്ളൂ. എന്നല്ലോ നീ ഹൃദയത്തിൽ നിരൂപിച്ചത്. അന്നേരം അവനെ വെട്ടി താഴെയിട്ടു. എന്റെ ചോദ്യം, അവൻ ചെയ്തോ അത്? ഇല്ലല്ലോ. മനസ്സിലും തോന്നിയെന്നല്ലേ ഉള്ളൂ. നമ്മളാണ് പറയും പിള്ളേരൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ പലതും തോന്നും. അതൊക്കെ കാര്യാക്കാൻ പോയാൽ അതിനെ നേരം കാണും എന്ന് നമ്മൾ പറഞ്ഞേ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എത്രയോ നാളുകളായി ദൈവസിംഹാസനത്തിന് മുമ്പിൽ ദൈവത്തെ പാടി പുകഴ്ത്തി എല്ലാവിധമായ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നവനല്ലേ? അവൻ ചെയ്തില്ല. അവന്റെ മനസ്സിൽ അങ്ങനെ തോന്നി. അവൻ ചെയ്തൊന്നുമില്ലോ, സാരമില്ല, നീ ഇനിയും ക്യാപ്റ്റൻ ജെ ഗ്ലോറി പറഞ്ഞു, ഞാൻ കേട്ടോണ്ടിരുന്നോളാം എന്ന് ദൈവം തമ്പുരാൻ വെച്ചോ? ഇല്ല. ആ സെക്കൻഡ് ഞാൻ ആലോചിക്കുക, എത്രയോ നാളുകളായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവമുമ്പാകെ നിൽക്കുന്നവനാ. വല്ല ദാക്ഷിണ്യവും കാണിച്ചോ? നമ്മളാണെ പറയും, ആദ്യം ആയതുകൊണ്ട് ഞാനൊരു വാണിംഗ് തരുന്നു, ഇനി ആവർത്തിച്ചാൽ ഞാൻ നടപടിയെടുക്കും. അതാണ് നമ്മുടെ രീതി. സ്തോത്രം. ആദ്യമായിട്ടായതുകൊണ്ടും എന്റെ കണ്ണിൽ പെട്ടതുകൊണ്ടും ഞാൻ ക്ഷമിക്കുന്നു, ഇനിമേൽ ഇത് ആവർത്തിക്കരുത്. ഓക്കെ, നീ കീബോർഡ് വായിക്കുകയോ തുള്ളുകയോ ചാടി എന്താന്ന് ചെയ്തു എന്ന് പറഞ്ഞു വിട്ടെ. പക്ഷെ തമ്പുരാൻ എന്നെ വെച്ചുകൊണ്ടിരുന്നില്ല. ഇവിടാണ് മനസ്സിലാക്കേണ്ടത്. ശരീരം കൊണ്ട് ചെയ്ത പാപത്തെക്കാൾ മനസ്സുകൊണ്ട് ചെയ്ത പാപത്തിന്റെ ശിക്ഷ വലുത്. സ്തോത്രം. മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴേ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നമ്മിൽ ഉണ്ടെങ്കിൽ, നമ്മിൽ ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന കൃപ നന്നായി വ്യാപരിക്കണം. ആത്മിക ചിന്തയ്ക്ക് വിരുദ്ധമായി വരുന്ന എവറി തോട്ട്സ്, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അതെ, എവറി തോട്ട്സ് എന്നാണ്. എല്ലാ ചിന്തകളും അതിനെ നിയന്ത്രിക്കണം. നോ എന്ന് പറഞ്ഞ് അതിനെ പിടിച്ചു നിർത്താൻ ഒരു ആത്മീയന് കഴിയണം. നമ്മൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ശാസിക്കാനാണെങ്കിൽ എളുപ്പം അല്ല, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ ശാസിച്ച് ഈ ദേശം വിട്ടു പോകണം, ഈ പഞ്ചായത്ത് വിട്ടു പോകണം, എന്നാലും താലൂക്കിൽ നിന്ന് പോകരുത്, പഞ്ചായത്ത് വിട്ടാൽ മതി. സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മൾ ശാസിച്ച് കളയും. അങ്ങനെ അല്ല പ്രിയരെ. സ്തോത്രം. നമ്മൾ തന്നെ ജയിച്ചേ പറ്റൂ. സ്തോത്രം. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. കണ്ടോ, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പോകുന്ന എല്ലാ ചിന്തകളെയും ഉയർച്ചകളെയും ഭാവങ്ങളെയും യേശു ക്രിസ്തു അനുസരണ ഹേതുവായി പിടിച്ചടക്കി. ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, ഈ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ. ഏതാത്മാവ്? യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചു ഉയർപ്പിച്ച തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോഴേ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആത്മനിറവ്, ഞാൻ അഭിഷേകത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, ആത്മനിറവ് പ്രാപിച്ച, നമ്മളിതൊന്നും തരംതിരിച്ച് പറയല്ലോ. ആത്മനിറവ് എന്താണ്, ആത്മാവിന്റെ അഭിഷേകം എന്താണ്, ആത്മാവിന്റെ അച്ചാരം എന്താണ്, ആത്മാവിന്റെ മുദ്ര എന്താണ്, ഇതൊന്നും നമ്മൾ തരംതിരിക്കുക. നമുക്കെല്ലാം ആത്മാവാണ്. പിന്നെ നിന്നെയും കൊല്ലും ഞാനും ചാകും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിൽക്കുകയല്ലേ? സ്തോത്രം. ആത്മാവെന്ന് കണ്ടാൽ മതി, പിന്നെ എങ്ങനെ വേണേലും ആകാം. ഇത് ഏനം തിരിച്ച് നമ്മൾ പറയുകയല്ല. ആത്മാഭിഷേകം, ആത്മനിറവ്, ആത്മാവിന്റെ മുദ്ര, ആത്മാവിന്റെ അച്ചാരം, ഇതെല്ലാം ഉദ്ദേശം എന്താണ്, അതെന്തിനു വേണ്ടിയാണെന്നൊക്കെ നമ്മൾ അറിയണം. പോട്ടെ, ഞാനിപ്പോ അതെല്ലാം കൂടെ പറയാൻ വേണ്ടി പോവുകയല്ലേ. ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തുകൊള്ളപ്പെടുന്നവരുടെ യോഗ്യതയിൽ മൂന്നാമത്തെ പോയിന്റ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം, നിങ്ങൾ വായിക്കണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
അടുത്തത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നിങ്ങളെ നാളിൽ വീണ്ടെടുപ്പ് നാളിനായി ഇട്ടിരിക്കുന്നു. മുദ്രയിട്ടിരിക്കുന്നത്. ഫോർ ദ ഡേ ഓഫ് റിഡംഷൻ. കണ്ടോ, വീണ്ടെടുപ്പ് നാളിനായി we are sealed by the Holy Ghost. പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടു. എന്തിനു വേണ്ടി? വീണ്ടെടുപ്പ് നാളിനായി. ഈ വാക്യൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ വാക്യൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും ആത്മാവിന് മുദ്ര ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലേ? ഞാൻ ഈ മുദ്രയുടെ വലിപ്പം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയാം. ഞാൻ സാധാരണ പറഞ്ഞ ഉദാഹരണം തന്നെ ഇവിടെയും പറയാം. നമ്മൾ ഈ വഴിയൊക്കെ പോകുമ്പോഴേ റോഡ് സൈഡിൽ പിടിമുറ്റാത്ത നല്ല 1ാം ക്ലാസ് തടി, തേക്കാണെങ്കിലും ആഞ്ഞിലിയാണെങ്കിലും ഒക്കെ നിൽക്കുന്നത് കാണാം, അല്ലേ? വീട് പണിതപ്പം കതക് പലകയ്ക്ക് നല്ലതാണെന്ന് തോന്നിട്ട് എന്താ വെട്ടിക്കൊണ്ട് പോകാഞ്ഞ്? തൊട്ടാ നീ വിവരം അതെന്തറിയോ? ഇതിങ്ങനെ നല്ല വണ്ണത്തിൽ പിടിമുറ്റാത്ത വണ്ണത്തിൽ നിൽക്കുകയല്ലേ? ഇടയ്ക്ക് നോക്കി കാണാം അതിന്റെ താഴെ ചതുരത്തിൽ അതിന്റെ തൊലി കുറച്ചെടുത്ത് കളഞ്ഞേച്ച്, സ്കിന്നെടുത്ത് കളഞ്ഞിട്ട് മഞ്ഞ പെയിന്റ് കൊണ്ടും കറുത്ത പെയിന്റ് കൊണ്ടും 1 2 അക്ഷരം എഴുതിയിട്ടുണ്ട്. ഇത് അവിടെ ഉള്ളത്രയും കാലം ഒരുത്തിനും ആ തടി വേണ്ട. എന്താ? സർക്കാരിന്റെ മുദ്രയാണ്. അതുള്ളത്രയും കാലം ആർക്കും ആ തടി എടുത്തുകൊണ്ട് പോകണം, അല്ലേ? നിങ്ങൾ ഈ പണ്ട്, ഇപ്പൊ പിന്നെ കാണാനേ ഇല്ല, പണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ തേക്കിന്റെ തടിയായിരുന്നല്ലോ പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റും ഇലക്ട്രിക് പോസ്റ്റും ഈ തേക്കിന്റെ തടിയായിരുന്നു, അല്ലേ? അത് ആ തേക്കിന്റെ പഴയ തടി മാറ്റി പുതിയ കോൺക്രീറ്റ് പോസ്റ്റ് ഇടുമ്പോൾ പഴയ തേക്കിന്റെ തടി അവിടെ കിടപ്പുണ്ട്. എന്താരും എടുത്തോണ്ട് പോകാത്ത, അവിടെ ചെതലടിച്ചു പോയാൽ ആർക്കും വേണ്ടല്ലോ. ഉണങ്ങിയ തേക്കാണെ കത്തിച്ചാൽ നല്ല ചൂട് കിട്ടും, കഞ്ഞി വെക്കാൻ നല്ലതെന്ന് പറഞ്ഞ് ഏതെങ്കിലും അമ്മച്ചിമാരെ തേക്കും തടി എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ? ഈ പറഞ്ഞ തന്നെ അതിന്റെ പ്രശ്നം. അതേലും ഉണ്ട് ഒരു മഞ്ഞ പെയിന്റും കറുത്ത പെയിന്റും 2 അക്ഷരവും. ഇത് കിടക്കുന്നത്രയും കാലം അവിടെ ചെതലിച്ചു പോയാൽ ഒരു കുഞ്ഞുങ്ങളും തൊടുന്നില്ല. ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പറയാം. ഇവിടുത്തെ സാധാ ഗവൺമെന്റ് മുദ്രയ്ക്ക് ഇത്രയും പവർ ഉണ്ടെങ്കിൽ തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ മേൽ എത്തിക്കുന്ന മുദ്രയുടെ പവർ ഒന്ന് ആലോചിച്ച്. സ്തോത്രം. ഈ മുദ്ര നമ്മുടെ മീതെ ഇരിക്കുമ്പോഴാണ് ആൾക്കാർ വന്ന് പറഞ്ഞ, നാളുകളായി നിന്നെ മുന്നോട്ട് വിടാതെ വണ്ണം നിന്റെ കുടുംബത്തെയും വരിഞ്ഞു മുറുക്കി ഒരു ചൂട് പോലും മുന്നോട്ട് വിടാതെ ഭാവി കാണുകയില്ലെന്ന് വാതി കെട്ടിക്കൊണ്ട് വാദിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ നമ്മളിത് കേൾക്കുമ്പോ രക്തജയം, ഇത് കേൾക്കുമ്പോ ഒരു സുഖം. തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവാം ദൈവം നിന്നെ മുദ്രയിട്ടിരിക്കുക. എന്റെ മീതെ കയറി പിശാച് എങ്ങനെ ബന്ധിച്ചേ? അങ്ങനെ കയറി ബന്ധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ സൂത്രം? പണ്ട് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പാടി തോർക്കുന്നുണ്ടോ? ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. അഥവാ വല്ല തട്ടുകേടും വന്നാൽ പാട്ടുകാരൻ പറയാ, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ മാത്രം പാടി, സ്റ്റാലിയാലിയും പാടിയെന്ന് തോന്നിയല്ലേ? സണ്ണിച്ചാൻ ഇഷ്ടമുള്ളതുകൊണ്ട് സണ്ണിച്ചാൻ കൈകൂട്ടി. ലില്ലിക്കുട്ടിയമ്മാമിക്ക് പാട്ടറിയാം, പാടിയില്ലെന്നുള്ളതേ ഉള്ളൂ. സ്വോത്രം. നമ്മളിപ്പൊ ഇതൊന്നും പാടി, നമ്മൾ പറയാ ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണേ എന്നുപോലെ ഈ തൊലിപ്പുറത്ത് ഇടപെടാൻ തുടങ്ങിയ നീ ആരുമായിട്ടാ ഡീല് ചെയ്യുന്ന? ആളും തരം അറിഞ്ഞു വേണം ഇടപെടാൻ. ആഴത്തിൽ ഇടപെടും. ഇപ്പൊ പിന്നെ ആഴത്തിലല്ല. പോട്ടെ, എന്റെ ടോൺ മാറുന്നു. പിന്നെ
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം രക്തത്തിൽ ആശ്രയിച്ച് ഇതെല്ലാം കടിച്ചു പിടിക്കുക. പ്രിയരെ, വൈരാഗ്യം കൊണ്ടല്ല, സങ്കടം കൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞു പോണേ. പിണങ്ങൊന്നും ചെയ്യരുത്, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അടുത്ത ക്ലാസ്സിൽ വരാതിരിക്കുകയും ചെയ്യരുത്. ഞാൻ ഈ വായിട്ട് അളിക്കുന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് അനുസരിച്ച് എല്ലാവരും അങ്ങ് കാണണം. അതിനാ. സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു, സമയം പോകുന്നല്ലോ. ഈ ആത്മപ്രാപണം ബാക്കി അവിടെ നിൽക്കട്ടെ, ഞാൻ അതെല്ലാം വിട്ടു. എന്നിട്ട് ഇത് പ്രാപിക്കുന്ന നമ്മുടെ അകത്ത് വസിക്കുന്ന എന്താ നമ്മൾ അറിയണമെന്നേ. പിന്നെ ഇത് പ്രാപിച്ചത് വെറുതെ കുറച്ച് പാട്ട് പാടാനോ അന്യഭാഷ പറയാനോ തുള്ളാനോ മാത്രമല്ല. ഈ ശക്തിയാണ് നമ്മളെ അങ്ങ് കൊണ്ടുപോണേ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ അങ്ങ് എത്തിക്കാനുള്ള ശക്തി ഈ മൺകൂടാത്തിനകത്ത്. എങ്കിലും ഈ അത്യന്ത ശക്തി, the esteemed power, പൗലോസ് മാത്രം ഉപയോഗിച്ചിരുന്ന ശൈലി, esteemed power. ഇത് മനസ്സിലാക്കാൻ ഞാൻ സാധാരണ ഉദാഹരണം പറയാം, അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും. ഇന്നത്തെ പേപ്പറിനകത്തും കണ്ടോ, ഇന്ത്യയുടെ ഒരു എന്താ പറയാ റോക്കറ്റ് പോയി 2 ഉപഗ്രഹങ്ങളെ വളരെ വിജയപ്രദമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ദുഷ്കരമായ ജോലി അത്, പക്ഷെ വളരെ വിജയകരമായി നമ്മുടെ സയന്റിസ്റ്റുകൾ അത് പൂർത്തിയാക്കി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ശാസ്ത്രലോകത്തിന്റെ മുമ്പിൽ വളരെ തലയെടുപ്പോടെ നിൽക്കുന്ന നാളുകളാണ് ഈ നാളുകൾ. അതിൽ ഇന്ത്യക്ക് ഏറ്റവും അഭിമാനം നൽകിയ ഒരു ഇന്നോവേഷൻ ആയിരുന്നല്ലോ മംഗൾയാൻ, ചൊവ്വയിലേക്കുള്ള യാത്ര, അല്ലേ? ഏതാണ്ട് 11 മാസത്തോളം ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച് 11 മാസത്തോളം കക്ഷി ഒരിടത്തും നിൽക്കാതെ നിരന്തരം സഞ്ചരിച്ച് 11 മാസം കൊണ്ട് പുള്ളി ചൊവ്വയിൽ ഇറങ്ങി. ഞാനത് കിട്ടിയപ്പോൾ അത് അവിടെ വരെ ചെല്ലാൻ എന്തുമാത്രം ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം വേണ്ടി വന്നെന്ന് അറിയാൻ വേണ്ടി നോക്കി. അപ്പോ $72 മില്യൺ ഫ്യൂവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 142 കോടി രൂപയുടെ പെട്രോൾ അടിച്ചാൽ എങ്ങനെ ഇരിക്കും? പെട്രോൾ ഒന്നും അല്ല, നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പെട്രോൾ എന്നങ്ങ് പറഞ്ഞ റോക്കറ്റിനകത്ത് പെട്രോൾ ഒഴിച്ചെന്ന് ഷാജി പാസ് പറഞ്ഞു പറഞ്ഞ് നാളെ ഇതൊന്നും വന്നേക്കരുതേ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെട്രോൾ എന്ന് ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. പെട്രോൾ ഒന്നും അല്ല അതിനകത്ത് ഒഴിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ പറഞ്ഞാലോ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകുന്നത്, അതിനുവേണ്ടി ഞാൻ പറഞ്ഞതാ. 142 കോടി രൂപയുടെ ഇന്ധനം, എനർജി കത്തിയപ്പോഴാണ് ഈ മംഗൾയാൻ എന്ന് പറഞ്ഞ പേടകം ഭൂമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോ മിനിറ്റിലും 1000 കിലോമീറ്റർ വേഗതയിൽ ഒരിടത്ത് നിർത്താതെ 11 മാസം സഞ്ചരിച്ച് ഈ മംഗൾയാൻ ചൊവ്വയിലെത്തി. 142 കോടി രൂപയുടെ ഇന്ധനം അതിന് വേണ്ടി വന്നെന്ന അത്രേ ഉള്ളൂന്ന് എന്റെ സംശയം. അതിലും കൂടി കാണാനേ സാധ്യമുള്ളൂ. ഏതായാലും അങ്ങനെ നമുക്ക് അങ്ങ് വിശ്വസിക്കാം. അങ്ങനെ ഓരോ മിനിറ്റിലും 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു, ഒരിടത്തും നിൽക്കാതെ 11 മാസം സഞ്ചരിച്ച് അത് ചൊവ്വയിൽ ചെന്നിറങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 142 കോടി രൂപയുടെ ഇന്ധനം കത്തിയിട്ട് 11 മാസം കൊണ്ട് പുള്ളി ചൊവ്വ വരെ ചെന്നുള്ളൂ. അന്നേരമാണ് കണ്ണിമയ്ക്കുന്നിടയിൽ ഞാനും നിങ്ങളും ഈ ആകാശമണ്ഡലം വിട്ട് സൂര്യനും ചന്ദ്രനും ചൊവ്വയും നക്ഷത്രങ്ങളും എല്ലാം താണ്ടി അതിന്റെ എല്ലാം അപ്പുറത്ത് സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന ആത്മശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിഞ്ഞോന്ന് എന്റെ ചോദ്യം. സ്തോത്രം. ഇതാണ് അകത്തിരിക്കുന്നേ. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. നേരെ ആ കുമളിയും തങ്കച്ചമ്പാസ് എന്ന് വെച്ച് പറഞ്ഞ നാളുകളായി നിന്നെ വരിഞ്ഞു മുറുക്കി മുന്നോട്ട് വിടുകയില്ലെന്ന് വാത് കിട്ടുന്ന ദുഷ്ടശക്തി. പുള്ളിക്ക് 3000 രൂപ സ്വോത്രാഴ്ച ഇടാൻ 10 രൂപയായി. ആ 10 രൂപ ഇട്ടച്ച ആകാശത്തിന്റെ കിളിവാതിലെ തുറന്ന് സ്ഥലം പോരാതെ ഉള്ളു. ഇവന് ഇപ്പൊ തുറക്കും. നീ ചെല്ല്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രവാചകന്മാരുടെ എതിരായിട്ട് പറഞ്ഞത്. അല്ലല്ല, നോ, അങ്ങനെ ചിന്തിക്കരുത്. എന്റെ വിഷയം നമ്മൾ ആരാന്ന് അറിയണം, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്താന്ന് പറയാം. എത്ര അറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച്, കണ്ണിമിക്കുന്നിടയിൽ രൂപാന്തരം പ്രാപിച്ച് അങ്ങ് ചെല്ലാനുള്ള ശക്തി നമ്മുടെ അകത്തിരിക്കുക. സ്തോത്രം. അന്നേരം 2 ചെമ്പരത്തിപ്പൂ കണ്ടിട്ട് നമ്മൾ ചാടിയത്. ഇതൊക്കെ പ്രാപിച്ചു. പിന്നെ
അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയ്യോ എന്റെ ദൈവമേ, ഞാൻ കയറി ചവിട്ടാഞ്ഞെന്റെ ഭാഗ്യം. അതേന്ന് ഞാൻ കയറി ചെല്ലുമ്പോ സ്റ്റെപ്പേൽ ഇരിക്കുന്നു 2 ചെമ്പരത്തിപ്പൂവും വേറെ ഏതാണ്ടെല്ലാം കൂടെ. അന്നേ ദൈവദാസന്റെ ആലോചന ഉണ്ടായിരുന്നു, ഉപവാസ പ്രാർത്ഥനയും. സംഭവിച്ചു അയൽവക്കത്തെ പിള്ളേർ മുറ്റത്ത് കഞ്ഞിയും കറിയും കളിച്ചതാ. ആന്റി വന്ന് കണ്ടപ്പോ ഇത് എടുക്കാൻ സമയങ്ങളിൽ ഇട്ടേച്ച് ഓടിയതാ. നമ്മൾ അതിന് ശാസിക്കുന്നു, ഭക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. പിള്ളേരപ്പുറത്ത് നോക്കി ഇത് എടുക്കാൻ പറ്റുമോ ഓർത്ത്. എന്തിനാ ഇതെല്ലാം അകത്തുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഗുണം? എനിക്കറിയാം, ഞാൻ ഇങ്ങനെ വായിട്ടളിക്കാന്നുള്ളതല്ലാതെ ഇതൊന്നും എഫക്റ്റ് ആകാൻ പോകുന്നില്ലെന്നറിയാം. എന്നാൽ ആർക്കെങ്കിലും ഇത് ഗുണപ്പെടട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് തങ്കച്ചമ്പാസ വിളിക്കാതിരിക്കുന്നില്ല നിങ്ങളതൊക്കെ എനിക്കറിയാം. സ്വോത്രം. സ്ഥലസഭയിലെ പാസ് കിട്ടുന്നതിലും തങ്കച്ചമ്പാസയിലും കൊണ്ടുപോട്ടെ, പുള്ളിയാലും നന്നാകട്ടെ, അങ്ങനെ അങ്ങ് സന്തോഷിക്കാം. ഞാൻ പറഞ്ഞു വല്ലോ, മനസ്സിലായോ? നമ്മുടെ അകത്തിരിക്കുന്ന ഈ അത്യന്ത ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞോന്ന് എന്റെ ചോദ്യം. Praise the Lord. മനസ്സിലായോ? ഇതാ പ്രാപിച്ച. ഇതായിരുന്നു നമ്മുടെ അപ്പച്ചന്മാർക്ക് അമ്മച്ചിമാർക്കും ഉണ്ടായിരുന്നത്. അവരതുകൊണ്ട് ഇതൊന്നും ലെവലേശം വക വെച്ചിട്ടില്ല. പേപ്പട്ടി കടിച്ചാലും കരിമൂർക്കം കൊത്തിയാലും ഇതൊന്നും ഇവര് മൈൻഡ് ചെയ്യലെന്ന്. കാരണം അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് അവർക്കറിയായിരുന്നു. ഞാനൊരു ആവേശത്തിൽ പറഞ്ഞൊന്നുമല്ല, ഞാൻ പറഞ്ഞ കേട്ടോണ്ട് പട്ടി കഴിക്കാൻ ആശുപത്രി പോകാതിരിക്കുകയും ചെയ്യരുത്. ഞാൻ നിങ്ങളെ വഴിതെറ്റിക്കാൻ പറഞ്ഞതല്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ചിന്തിച്ചായിരുന്നു ഇത്രയും വലിയ എനർജി കൊണ്ടാണ് നടക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? പിന്നെ Praise the Lord. ഇതാണ് നമ്മൾ പ്രാപിച്ചത്. ഇതും കൊണ്ടാ നടക്കുന്നത്. അറിഞ്ഞായിരുന്നോ? അതൊരു കുഞ്ഞു ചുമക്കോ പനിക്കോ ഒതുക്കാൻ പറ്റുന്ന ശക്തിയല്ല ഇത്. ഞാൻ ആലോചിക്കാം, ഇതെല്ലാം തിരിച്ചറിഞ്ഞ മക്കൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടുമ്പോഴത്തെ ആ സ്ഫോടനാത്മകമായ അന്തരീക്ഷം എന്തായിരിക്കും? ഈ ശക്തിയുടെ വ്യാപാരം. ആ ശക്തി തിരിച്ചറിഞ്ഞ ദൈവമക്കൾ വിശുദ്ധ സഭായത്തിനായി ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നടക്കുന്ന അന്തരീക്ഷം എന്തായിരിക്കും? അന്നേരാ പറഞ്ഞ ആഴത്തിൽ ഇടപെടണേ. പിന്നെ അല്ലെങ്കിൽ എന്റെ പെരക്കകത്ത് കയറരുത്, വെളിയിൽ നിന്ന് കൈ കാണിച്ചു പൊക്കോണെന്നൊക്കെ പാടും. പോട്ടെ, നിങ്ങളുടെ മുഖം പാടുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തുക. അപ്പോഴേ ഈ ആത്മശക്തി പ്രാപിക്കുന്ന എന്തിനാന്ന് പിടികിട്ടിയോ? പ്രവാചകനായ ഹെസ്കേലിനോട് പറഞ്ഞു, നീ ആ താഴ്വര കൂടെ നടക്കാൻ പറഞ്ഞു. നോക്കി ഇത് ജീവിക്കുവോ? അങ്ങ് അറിയുന്നു. ഒരു കാറ്റടിച്ചപ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. ഈ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ അതെങ്ങനെയാ സംഭവിച്ചെന്ന് നോക്കട്ടെ, പക്ഷേ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അവിടെ സമ്മേളിച്ച 4 ശക്തികൾ പിന്നെ അതറിയണ്ടേ? അതാണ് നമ്മളിലും വ്യാപരിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇപ്പോഴെങ്ങനല്ല ഏതെല്ലാം രൂപത്തിലാണെങ്കിലും ഈ ശക്തിയുടെ സമ്മേളനത്തിൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസം ഭയങ്കരം. അതിനാണ് ഈ ആത്മപ്രാപണം ജീവിതത്തിൽ ഏറ്റെടുത്ത് ആ അത്യന്ത ശക്തിയുടെ വ്യാപാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ഇത് മൺകൂടാരത്തിനകത്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ആത്മശക്തിക്കൊത്തവണ്ണം ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവവൈതലാണ് രാഹളത്തിങ്കൽ എടുക്കപ്പെടുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെയൊക്കെ അകത്തിരിക്കുന്ന ശക്തി എന്താന്ന് വല്ലതും മനസ്സിലായോ? ഇത് ബഹളം കാണിക്കാനായിട്ടുള്ളതല്ല, തന്നെത്താൻ നിയന്ത്രിക്കാനായിട്ടുള്ളതാ. ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ തമ്മിൽ വാശിക്ക് വിട്ടുകൊടുക്കുകയല്ല. 1 പറഞ്ഞാൽ 2 പറയും, അല്ലേ? ബാഗിൽ നിന്ന് അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി സ്കൂട്ടർ എടുത്ത് ഉള്ളിലോട്ട് വന്ന് കയറിയപ്പോ ഏതാണ്ട് നോക്കിക്കൊണ്ടിരുന്ന അമ്മാമ ചോറ് വേകാൻ താമസിച്ചു പോയി. കൈ കഴിച്ച് വന്നിരിക്കുമ്പോഴത്തേക്കിന് ചോറ് വാർക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പെട്ടെന്ന് ചോറ് വാർത്ത, ചൂട് ചോറ് അതേപടി കൊണ്ട് മേശപ്പുറത്തോട്ട് കൊണ്ടുവച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വിശന്ന് കയറി വന്ന് ചോറിനാൻ കൈ കഴിയിരിക്കുമ്പം തീ പോലെ ചൂടുള്ള ചോറ് മുമ്പ് കൊണ്ടുവച്ചാൽ സ്ഥിതി എന്തായിരിക്കും? കൈ ഇട്ടപ്പോഴത്തേക്കിന് കൈ പൊള്ളി. ഇതെന്തോന്നാടി, കുംഭമീനമാസം പോലാണല്ലോ എന്ന് പറഞ്ഞു. ഭയങ്കര ചൂടുള്ള സമയല്ലേ, അതിനാ പറഞ്ഞത്. ഉടനെ അടുക്കളന്ന്
ഒരു മൊന്തയ്ക്കകത്ത് കുറച്ച് വെള്ളം എടുത്തെന്ന് പറഞ്ഞു, മീനമാസം മാത്രമല്ല തുലാമാസം പുറകെ വരുന്നുണ്ടെന്ന്. എന്താ വെള്ളം ഒഴിച്ച് അതിനകത്തോട്ട്? നിങ്ങൾ പറ, എങ്ങനെ നോക്കും? കെട്ടിയവൻ വിട്ടു കൊടുക്കുവോ? അടുക്കളയിൽ ചെന്ന് വെച്ചാൽ തീക്കുളി എടുത്തെന്ന് വെച്ച് പറഞ്ഞ് തുലാമഴയ്ക്ക് മഴ മാത്രമല്ല മിന്നലും ഉണ്ടെന്ന് പറഞ്ഞു. ദേ വിട്ടുകൊടുക്കൽ എന്ത് ചെയ്താൽ? നോ, അങ്ങനല്ല. മാനുഷികമായി എന്തെങ്കിലുമൊക്കെ പറയാൻ ഊങ്ങി വന്നാലും അകത്തിരുന്ന ഒരാൾ പറയും നോ നോ. ഇതാണ് ആത്മാവിന്റെ ഫലം. വേണ്ട, പറയണ്ട എന്ന് നമ്മളെ വിലക്കുന്നു. ദൈവപ്രസാദമില്ലാത്തതാണോ? നോ പറയാൻ നമുക്ക് പറ്റണം. എല്ലാ മേഖലയിലും, സംസാരത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അരുത് എന്ന് നമ്മെ ഉള്ളിരുന്ന് വിലക്കാൻ കഴിയുന്ന ഒരു നിയന്ത്രണം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. വഴിയിലാകുന്ന ഇതിലെ നടന്നുകൊള്ളുക എന്ന പുറകുന്ന ഒരു ശബ്ദം, അത് ഈ ആത്മാവിനെ പ്രാപിച്ചവനെ പറ്റൂ. അതെന്താ? ആത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും തെറ്റാണെങ്കിൽ തെറ്റാന്നുള്ള ബോധ്യം നമുക്ക് തരും. നീതിയെക്കുറിച്ച് അത് ശരിയല്ല, ഇതാണ് ശരി, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇതാണ് നീതി, അത് അനീതിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ പറയും, അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകും, വേണ്ട, ഞാൻ അങ്ങ് മിണ്ടാതങ്ങിയിരുന്നു, നമുക്കെന്നാ, അവർ തമ്മിൽ ആയിക്കോട്ടെ. അതെ, സഭയിൽ അലമുണ്ടാക്കാതിരിക്കാനായിട്ടാണെന്ന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ പ്രിയരെ? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയുടെ ലക്ഷ്യം എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശക്തി പ്രാപിച്ച ദൈവം ഏത് ദുഷ്ടശക്തിയെ ഒതുക്കുന്നത്? നമുക്ക് ഈ ലോകത്തിൽ ഒരു സ്മൂത്ത് റണ്ണിങ് ഇല്ലല്ലോ. നമ്മൾ പാടുകല്ലേ, പീഡകൾ വന്നാലും ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തു എൻ നായകൻ വൻകൃപ തന്നിടുമേ, തന്റെ വൻകൃപ തന്നിടുമേ, വൻകൃപ തന്നിടുമേ, തന്റെ വൻകൃപ തന്നിടുമേ. പീഡകൾ വന്നാലും ഭയം എനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തു എൻ നായകൻ. റെഡിയാണോ? നിങ്ങൾക്ക് ഏതിനോടാ താല്പര്യം? എബ്രായലേഖനം 11:35 വാക്ക് ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കാം. എബ്രായലേഖനം 11:35. Hebrews chapter 11 verse 35. ഒന്നെടുക്കണേ. നിങ്ങൾക്ക് തങ്ങളുടെ മരിച്ചവരെ യെസ് റൈറ്റ്. അടുത്തത് ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദമേറ്റു. ഇംഗ്ലീഷ്. Hebrews chapter 11 verse 35. Women received back their dead, raised to life again. Yeah. Others were tortured and refused to be released. Others were tortured, not accept the deliverance, so that they might gain a better resurrection. So that they might obtain a better resurrection. To get a better resurrection, they did not run after the deliverance. Not accepting the deliverance, that they might obtain a better resurrection. എന്ന വാക്യത് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റുന്ന മലയാളത്തിലല്ലേ? ഇംഗ്ലീഷിൽ വായിച്ചു നോക്ക്. ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് വിടുതൽ കൈക്കൊള്ളാതെ പീഡയേറ്റുന്നു. എന്നെ ഓടിച്ചിട്ട് തന്നെ ഉറപ്പാ. ഓൺലൈനായിട്ട് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാരും വിടുതൽ വിടുതെന്ന് പറഞ്ഞിരിക്കുമ്പോ ഞാൻ പറയാ, വിടുതലല്ല, ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പാ നല്ലതെന്ന്. നമുക്ക് പറ്റിയ കുഴപ്പം ഇതാണല്ലോ, നമുക്ക് ഉയർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, വിടുതൽ കിട്ടിയാൽ മതി. നമുക്ക് ഉയർക്കുന്ന നല്ല, നമുക്കറിയാം ഉയർക്കുകയെന്നുള്ളത്.
അവിടെ പിന്നെ അത് വേണ്ട, പിന്നെ എന്ത് മതി? വിടുതൽ മതി. പുസ്തകം വായിക്കും, നോക്ക്. Others were tortured not accept the deliverance that they might obtain a better resurrection. To get a better resurrection. അവര് പറഞ്ഞ ഞങ്ങൾക്ക് വിടുതലൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കണം, അതിന് പീഡയെങ്കിൽ പീഡ, ഡെലിവറൻസ് ഞങ്ങൾക്ക് വേണ്ടെന്ന്. ഇങ്ങനെയൊക്കെ പുസ്തകത്തിൽ വാക്യമുണ്ടോ? നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ. ചർച്ചിന്റെ പേര് തന്നെ ഡെലിവറൻസ് എന്നാ, പിന്നെ പീഡ. സ്വോത്രം. നിങ്ങളുടെ എല്ലാം മുഖം പാടി നല്ല ക്ലാസ് അത് ഞാനായിട്ട് നശിപ്പിച്ചെന്ന് എനിക്ക് പിടി കിട്ടി. ഞാൻ നിർത്തുക. എന്റെ ഈ പീഡ കൂടെ നിങ്ങൾ നയിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഞാൻ എനിക്ക് പറഞ്ഞ എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറയല്ല. ജനത്തെ എങ്ങോട്ടാ കൊണ്ടുവന്ന് ഓർക്കണം, അങ്ങ് സങ്കടം തോന്നിപ്പോകും. നിത്യതയുടെ ലക്ഷ്യം നഷ്ടപ്പെട്ട, ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പാണ് ഏറ്റവും വലുതൊന്നും തിരിച്ചറിയാതെ എന്തൊക്കെ നേടാനായിട്ടും പ്രാപിച്ചെടുക്കാനുള്ള നെട്ടോട്ടത്തിന് നടുവിൽ കലർപ്പില്ലാത്ത സത്യവചനം ജനം അറിയാതെ പോകുന്നു. അതിന്റെ സങ്കടം കൊണ്ട് ഞാനിതെല്ലാം പറഞ്ഞു പോയതാ. സ്തോത്രം. നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തിയുടെ വലിപ്പം നമ്മൾ അറിയണം. അതാ പൗലോസ് പറഞ്ഞ്, അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫെസ്യ ലേഖനത്തിൽ. സ്തോത്രം. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ചെറിയ കാര്യമാണോ? അതാണ് നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത്. ഈ മൺകലത്തിനകത്ത് ഇട്ട് വെച്ചേക്കുക. എന്തിന്? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ഈ 142 കോടി മുടക്കിയിട്ടും 11 മാസം സഞ്ചരിച്ചിട്ടാണ് ചൊവ്വാഴ്ച ചെന്നത്. ഈ 11 മാസം കൊണ്ട് പുള്ളി ചൊവ്വ വരെ ചെന്നുള്ളെന്നോ? നിങ്ങളൊന്ന് ആരും ചോദിക്കുക. അന്നേരവാ കണ്ണിമിക്കുന്നിടയിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആ പളുങ്കുനാദി തീരെ ജീവവൃക്ഷത്തിൻ തണൽ എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള. ഇതൊക്കെ പാടണമെന്നേ. സ്തോത്രം. പോട്ടെ, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. എന്നിട്ടൊന്ന് സ്വയശോധന ചെയ്യണം. ഈ പ്രാപിച്ചത് നമ്മിലുണ്ടോ അതോ പോയോ? അതിവിടെ പറയാൻ നോക്കിയല്ലോ, സമയം പോയി. ഈ പ്രാപിച്ചതൊക്കെ ഉണ്ടോ ഇല്ലോ എന്നുള്ള അറിയേണ്ടത്. മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടായിരുന്നോ? ഞാൻ പല പ്രാവശ്യം ക്ലാസ്സിൽ കൊണ്ടുപോകും. പട്ടര് കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കരുത്. പട്ടര് അമ്പലക്കുളത്തിൽ ഇറങ്ങി കുളിച്ചേച്ച് കയറി വരുമ്പം തലയിട്ട് ഇങ്ങനെ വെക്കും. കാരണം ഈ കുടുമിയിൽ ശകലം മുടിയല്ലേ ഉള്ളൂ. അതിങ്ങനെ വെക്കുമ്പോഴത്തേന് ആ ചുറ്റും അങ്ങ് ഇരുന്നോളൂ. വർഷം പലത് കഴിഞ്ഞപ്പോഴത്തേന് മുടിയെല്ലാം കുഴഞ്ഞു പോയി. പുള്ളി അത് ഓർക്കുന്നില്ല. ഇപ്പോഴും കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു വെയ്യുണ്ട്. ഒന്നുമില്ല. അത് നമ്മളും പലപ്പോഴും ഇങ്ങനെ വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നുമില്ല. നിങ്ങളുടെ വെട്ടീര് മാത്രമുണ്ട്. നമുക്കും അങ്ങനെ ആകരുത്. മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുക. ഈ നാടൻ ശൈലിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് സാഹിത്യ ഭാഷയോ പ്രസംഗ ഭാഷയോ അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് ഉപയോഗിക്കേണ്ടതായ രീതികളൊന്നും അറിയാഞ്ഞിട്ടല്ല. നാടൻ ഭാഷ നമുക്ക് മതി. അതിൻ്റെ ഉള്ളതുപോലെ ഒന്നും മനസ്സിലാക്കുമല്ലോ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മറക്കരുതേ, എടുത്തോളപ്പെടുന്ന ആൾക്കാരുടെ മൂന്നാമത്തെ യോഗ്യത, ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം നമ്മിൽ ഉണ്ടാകണം. മറക്കരുത്, വരങ്ങളല്ല നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്, ഫലങ്ങളാണ്. നോട്ട് വരം, റാദർ ഫലം. മനസ്സിലാകുന്നുണ്ടോ? വരങ്ങളല്ല, ഫലമാണ് നിത്യതയിൽ എത്തിക്കുന്നത്. നിങ്ങൾക്ക് വരമുണ്ടാകണം, നിങ്ങളുടെ വരം നിലനിൽക്കേണ്ടതെന്നും അല്ല വാക്യം. നിങ്ങൾക്ക് ഫലമുണ്ടാകണം, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും. കണ്ടോ? സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപയുടെ ഓർപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.